എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമുക്ക് അരിപ്പൊടിയും മുട്ടയും പിന്നെ കുറച്ച് മസാലയൊക്കെ ചേർത്തിട്ട് നല്ല സ്പൈസി ആയിട്ടുള്ളൊരു ഈവനിങ് സ്നാക്ക് ഉണ്ടാക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു പാത്രത്തിൽ 1 കപ്പ് അരിപ്പൊടി, നല്ല വറുത്ത അരിപ്പൊടിയാണ്. ഇനി ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി, ഒരു 1/4 ടീസ്പൂൺ ജീരകപ്പൊടി, 1/2 ടീസ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് ഉപ്പ്. ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ആക്കാം. ഒന്ന് മിക്സ് ആക്കിയതിന് ശേഷം 1/2 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, ഒരു സബോള നമുക്കൊന്ന് ഗ്രേറ്റ് ചെയ്തിട്ട് ഇട്ട് കൊടുക്കാം. മുഴുവൻ വേണ്ട, ഒരു 2 ടീസ്പൂണൊക്കെ മതി. അപ്പോൾ നമ്മളിങ്ങനെ ഒരു 1/2 സബോള നന്നായിട്ടൊന്ന് ഗ്രേറ്റ് ചെയ്ത് നോക്കി ഇടാം. ഗ്രേറ്റ് ചെയ്തിട്ട് അല്ലെങ്കിൽ നമ്മൾ അരച്ചിട്ട് ചേർത്താലും മതി. ഇനി ഇതിലേക്ക് 2 മുട്ട നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇത് എല്ലാം കൂടി നന്നായിട്ട് മിക്സ് ആക്കുക. ഇനി ഇതിലേക്ക് നമ്മൾ കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് മിക്സ് ആക്കി എടുക്കാം. നന്നായിട്ടൊന്നെല്ലാം മിക്സായി കഴിയുമ്പോൾ നമ്മളൊരു 5 മിനിറ്റ് നേരം നന്നായിട്ട് ഇങ്ങനെ അടിച്ചെടുക്കാം. മുട്ടയും അരിപ്പൊടി കൂടി നന്നായിട്ട് ഇങ്ങനെ മിക്സായിട്ട് നല്ല സോഫ്റ്റായിട്ട് വരും മാവ്. നന്നായിട്ട് അടിച്ചെടുത്തതിന് ശേഷം അതിലേക്ക് ഒരു പച്ചമുളക് ചെറുതായിട്ട് കട്ട് ചെയ്താണ് അത് ചേർത്ത് കൊടുക്കാം. മല്ലിയില ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ട് ഇളക്കാം. ഇപ്പം നമ്മുടെ മാവ് ദാ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. നമ്മളിപ്പോൾ ഇത് ഡീപ്പ് ഫ്രൈ ചെയ്താണ് എടുക്കുക. അപ്പോൾ അതിങ്ങനെ ഒരു പാത്രത്തിൽ എണ്ണ വെച്ചിട്ട് എണ്ണ നന്നായിട്ട് ചൂടാവുമ്പോൾ ഇങ്ങനെ ഒരു കുഴിക്കയിൽ ഒരു കുഴി മാവ് എടുക്കുക. നമുക്കിത് ഒഴിച്ചു കൊടുക്കാം. മാവ് ഇങ്ങനെ പൊന്തി വരുമ്പോൾ നമ്മൾ കുറച്ച് എണ്ണേൻ്റെ മേലേക്ക് ഇങ്ങനെ ഒഴിച്ചു കൊടുക്കാം. എല്ലാ സൈഡും കണ്ടോ നല്ല ഭംഗിയായിട്ട് പൊന്തി വന്നു. എന്നിട്ട് ഇത് മറിച്ചിടാം. ഒഴിച്ചു കഴിഞ്ഞാൽ തീ പിന്നെ മീഡിയം ഫ്ലെയിമിലാക്കുക. എന്നിട്ട് 2 സൈഡും ഇങ്ങനെ മറിച്ചിട്ടിട്ട് നമുക്ക് വേവിച്ചെടുക്കാം. പെട്ടെന്ന് കഴിയും. നമ്മൾക്ക് 4 മണിക്ക് എന്തെങ്കിലും ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ വളരെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. 2 സൈഡും നല്ല ബ്രൗൺ കളറായിട്ടുണ്ട്. ഇത്രയും മതി, നമുക്ക് ഇത് എടുക്കാം.